നമ്മൾ കുട്ടിക്കാലത്തിൽ 10 കൽപ്പനകളെക്കുറിച്ച് പഠിച്ചപ്പോൾ, വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മുടെ പ്രായം കുട്ടിക്കളിയിലാണ് നമ്മളത് പഠിച്ചത്. അതിപ്പോൾ തുടർന്ന് വരികയാണ് പലപ്പോഴും കുമ്പസാരത്തിൽ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കുമ്പസാരിക്കുന്ന ക്രിസ്ത്യാനിയിലും കുർബാന സ്വീകരിക്കുന്ന ക്രിസ്ത്യാനിയിലും കുമ്പസാരവും കുർബാനയില്ലാത്ത മറ്റു മനുഷ്യരിലും പ്രകടമായ അടയാളം പലപ്പോഴും കാണാൻ സാധിക്കുന്നില്ല. കാണാൻ പറ്റുന്നവരുണ്ട് കേട്ടോ, സാധാരണഗതിയിൽ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവരെ വീക്ഷിക്കുന്ന യുവജനങ്ങൾ ഒരു തീരുമാനത്തിലെത്തുകയാണ്, ഇതിലൊന്നും വലിയ കഥയില്ലെന്ന് ഒരു നിഗമനത്തിലെത്തുകയാണ് അവർ. അതുകൊണ്ട് ഇന്ന് നമ്മൾ അനുതാപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യേശു ഉദ്ദേശിച്ച, യേശു പ്രസംഗിച്ച മാനസാന്തരത്തിൽ, പശ്ചാത്തലത്തിൽ 5 പോയിന്റുകൾ ഉൾപ്പെട്ടിരിക്കും. നമ്മളറിയാതെ തന്നെ 5 പോയിന്റുകൾ ഉൾപ്പെട്ടിരിക്കും. അപ്പോൾ ഒരു പരിശോധനയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് അതാണ് ധ്യാന വിഷയമാക്കുന്നത്. നമുക്ക് പ്രസംഗത്തിന് ഇങ്ങനെ പേര് കൊടുക്കാം, പശ്ചാത്താപം എന്ന് പേര് കൊടുക്കാം. പഠനത്തിനായിട്ട് നമ്മൾ എടുക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിലാണ്. ലൂക്കായുടെ സുവിശേഷം അധ്യായം 15. ലൂക്കായുടെ സുവിശേഷത്തെ ദൈവശാസ്ത്രജ്ഞന്മാർ ഒരോമന പേരിൽ വിളിക്കുന്നത് കരുണയുടെ സുവിശേഷം എന്നാണ്. 3 ഉദാഹരണങ്ങളാണ് ആ സുവിശേഷത്തിലുള്ളത്. ഒന്ന്, കാണാതെ പോയ ആടിൻ്റെ ഉപമ. 99നെയും വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിപ്പോന്നു, കണ്ടു കിട്ടുമ്പോൾ സന്തോഷിക്കുന്ന ഇടയനും ഇടയൻ്റെ കൂട്ടുകാരും. എന്നിട്ട് ഈശോ പറഞ്ഞു, ഇതുപോലെ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാരുടെ ഇടയിൽ സന്തോഷമുണ്ടാകും. ഒരു സ്ത്രീക്ക് 10 നാണയങ്ങളുണ്ടായിരുന്നു, സ്വർണ്ണ നാണയങ്ങൾ. അതിന്ന് മനസ്സിലാക്കണമെങ്കിൽ സ്വർണ്ണ നാണയം ആയിട്ട് കണക്കാക്കിയാൽ നമുക്കത് പിടികിട്ടില്ല. ഒരു വിവാഹിതയായ ഒരു സ്ത്രീയുടെ താലി നഷ്ടപ്പെട്ടാൽ അതിന് സ്വർണത്തിൻ്റെ വിലയല്ല ഉള്ളത്, അതിൻ്റെ വില നിശ്ചയിക്കാൻ പറ്റില്ല. എത്ര ഉത്സാഹത്തോടെ അത് തേടുന്നു, കണ്ടു കിട്ടുമ്പോൾ അവൾ സന്തോഷിക്കുന്നു. അതിനുശേഷം 2 പുത്രന്മാരുടെ ഉപമ പറയുകയാണ്. അത് കേട്ട് 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 നമ്മുടെ കാതുകൾക്ക് തഴമ്പ് പിടിച്ചതുകൊണ്ട് ധൂർത്തപുത്രൻ്റെ ഉപമ അത് ചെറുപ്പകാലം മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. ഈ ഉപമയിലാണ് യഥാർത്ഥ അനുതാപിക്ക് എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ ആവശ്യമായ അനുതാപം, എന്നിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരാൻ ആവശ്യമായ അനുതാപത്തിൽ ഉണ്ടായിരിക്കേണ്ട 5 പോയിന്റുകൾ ഈശോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ധൂർത്തപുത്രൻ്റെ ഉപമയിലാണ്. അങ്ങനെ ധൂർത്തപുത്രന് നമ്മൾ പറയാറുണ്ട്, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. അപ്പൻ്റെ ഭവനത്തിലായിരുന്നപ്പോൾ ധൂർത്തപുത്രന് തോന്നി, ഒരുപക്ഷെ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ അറിവായിരിക്കും, എടാ നിൻ്റെ അപ്പൻ ഇത്രയും പണമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? നീ ഇങ്ങനെ അടിമയെ പോലെ കാലത്തെഴുന്നേറ്റ് പണിക്കാരുടെ കൂടെ അവരുടെ മേൽനോട്ടം നയിച്ച് നടക്കുന്നു. ഞാൻ ഇന്നലെ ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ പോയായിരുന്നു. എടാ ഇതൊക്കെയാണ് ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നു. ഒരു വിഷയത്തിൽ നിന്നാണ് ആസക്തി ജനിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ആസക്തി ജനിക്കുന്നത് ഒരു വിഷയത്തിൽ നിന്നാണ്. വിശുദ്ധർക്കെല്ലാം ഒരു വിഷയം കിട്ടി, ദൈവം എന്നൊരു വിഷയം. ആ വിഷയത്തിൽ നിന്ന് ആസക്തി ജനിച്ചു, ദൈവത്തെ സ്വന്തമാക്കാനുള്ള ആസക്തി. അതവരെ വിശുദ്ധരാക്കി മാറ്റി. ഇപ്പം ഇവൻ്റെ ഉള്ളിൽ പുറത്തെ ലോകത്തിൻ്റെ സുഖത്തെക്കുറിച്ചുള്ള വിഷയം കിട്ടി, അത് സ്വന്തമാക്കാനുള്ള ആസക്തി ജനിച്ചു. അതിനാണ് അപ്പനോട് വീതം ചോദിച്ചതൊന്നും കൊടുത്തു കാണില്ല, നിവൃത്തികേട് കൊണ്ട് അവൻ്റെ വീതം കൊടുത്തു. അവന് സന്തോഷമായി. അപ്പൻ്റെ ചങ്കാണ് പറിച്ചു കൊടുത്തത്. അത് വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോയി. ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ബോംബെയിലേക്ക് പോയി. ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ മുറിയെടുത്തു, താമസം ആരംഭിച്ചു. അവൻ്റെ കൂട്ടുകാരിൽ നിന്നൊക്കെ കേട്ടതിന് അനേകം മടങ്ങാണ് ഇവിടെ. ഇത്രയൊന്നും അവൻ ചിന്തിച്ചിരുന്നില്ല. അവനും തോന്നി, ഇതാണ് ഭൂമിയിലെ പർദീസ സ്വർഗം. എൻ്റെ ജീവിതത്തിൻ്റെ എത്രയോ നാളുകൾ ഞാൻ പാഴാക്കി അപ്പൻ്റെ വീട്ടിൽ. പിന്നെ ഒരു ആശ്വാസം, ഇപ്പോഴെങ്കിലും ഇവിടെ വരാൻ പറ്റിയല്ലോ. അവിടെ എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉണ്ട്. ഏതൊരു പാപം ചെയ്യുമ്പോഴും ആ പാപത്തിനൊരു സുഖം തരാൻ പറ്റും. അല്ലെങ്കിൽ ആരെങ്കിലും പാപം ചെയ്യാൻ പോകും, ആ സുഖത്തിനെ ബൈബിൾ ഒരു പ്രത്യേക പേരിലാണ് വിളിക്കുന്നത്. എബ്രായർ 11:25. എബ്രായർ 11:25. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ. വെറും പൈശാചികമായൊരു സുഖം. മദ്യപിക്കുമ്പോൾ, തെറ്റായ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, ഏത് തിന്മ ചെയ്യുമ്പോഴും ഒരു പൈശാചികമായ സുഖം തീർച്ചയായിട്ടും കിട്ടും. അതിൻ്റെ അപ്പുറം കാഞ്ഞിരം പോലെ കഴിക്കും. കുറ്റബോധം, നിരാശ, ശൂന്യത, ഭയം. ആരെങ്കിലും അറിയോ, പിടിക്കപ്പെടുവോ? ഒരൊറ്റപ്പെട്ട ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞ പോലെ സഭയിൽ സമൂഹത്തിൽ അവൻ ഒറ്റപ്പെട്ട പോലെ തോന്നുക, അവൻ അനുഭവപ്പെടുക.
അതേസമയത്ത് ഒരു പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ട് ദൈവത്തെ പ്രതി ഒരു വ്യക്തി അത് ഒഴിവാക്കുമ്പോൾ ഒരു സുഖം അല്ല കിട്ടുന്നത്, ഒരു പരിശുദ്ധാത്മാവിലൊരു ആനന്ദം കിട്ടും. അത് ശാശ്വതമായിരിക്കും. ആ വ്യക്തിക്ക് ലോകം മുഴുവൻ അവളെ തള്ളിപ്പറഞ്ഞാലും ദാവീദ് പറയുന്ന പോലെ ആ വ്യക്തി പറയും, ലോകം ഒരു സൈന്യം എനിക്കെതിരെ പാളയം അടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയില്ല, കാരണം ദൈവം എൻ്റെ കൂടെയുണ്ട്. വിശുദ്ധരും ഞാനുമായിട്ടുള്ള ഐക്യത്തിൽ കഴിയുക. ആ മറ്റേ ആൾ പാപം ചെയ്ത് കഴിയുമ്പോൾ അവൻ കുടുംബത്തിൽ ഒറ്റപ്പെട്ടതുപോലെ തോന്നുക, അപകർഷാബോധം, കുറ്റബോധം, നിരാശ, നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠ അവനെ കാർന്നു തിന്നുക. അങ്ങനെ കൊണ്ടുപോയ പണം തീർന്നു കഴിഞ്ഞപ്പോൾ ഹോട്ടലിൽ നിന്ന് പുറത്താക്കി. ഇപ്പോഴും അവനറിയാം എൻ്റെ അപ്പൻ എത്ര നല്ലവനാണെന്ന്. വ്യർത്ഥാഭിമാനം ഒത്തിരി പേരെ അനുതാപത്തിലേക്ക് നയിക്കാനുള്ള തടസ്സം വ്യർത്ഥാഭിമാനം. തെണ്ടിത്തിരിഞ്ഞ് അപ്പൻ്റെ അടുത്ത് ചെന്ന് എങ്ങനെ മുഖത്ത് നോക്കും, ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. കിട്ടിയ തൊഴിലാണ് പന്നിയെ മേയ്ക്കുന്ന തൊഴിൽ. യഹൂദന് പന്നി നിശ്ചിത മൃഗമാണ്, തൊട്ടാൽ പോയി കുളിക്കണം, അശുദ്ധനാകും. ആ പന്നിക്ക് കൊടുക്കുന്ന തവിട് കൊണ്ടാണ് വയറ് നിറച്ചിരുന്നത്. അപ്പൻ കോടീശ്വരനായ അപ്പൻ അപ്പുറത്തുണ്ട്, ഇത് പന്നിക്കൂട്ടിൽ കിടക്കാൻ തയ്യാറാണ്. പക്ഷെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇവൻ്റെ വ്യർത്ഥാഭിമാനം അവനെ അനുവദിക്കുന്നില്ല. ഇന്ന് സഭയിൽ എത്രയോ മക്കളാണ് ഇത്രേ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ പുത്രൻ്റെ തിരുശരീര രക്തം വിഭജിച്ച് കൃപ കൊണ്ട് നിറയ്ക്കാൻ തയ്യാറാകുമ്പോൾ അത് ഉപേക്ഷിച്ച് പന്നിക്കൂട്ടിൽ കിടന്ന് നരകയാതന അനുഭവി സ്വയം നശിച്ച് കുടുംബത്തെയും നശിപ്പിച്ച് സാധ്യതയുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കഴിയുമ്പോഴാണ് അവിടെ ഒരു കഠിന ക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമത്തിൽ പന്നിക്ക് തവിട് കിട്ടാനില്ലാതെ വന്നു. തീ പിടിച്ച വില കൊടുത്താണ് ഉടമസ്ഥൻ പന്നിക്ക് വേണ്ടി എവിടുന്നോ അല്പാൽപമായിട്ട് തവിട് സംഘടിപ്പിക്കുന്നു. ഒരിക്കൽ നോക്കിയപ്പോൾ ഇവൻ ഈ തവിട് കുഴച്ച് തിന്നുന്നത് യജമാനം കണ്ടു. കയ്യോടെ പിടിച്ചു. ഇത് നിന്നെ പോറ്റാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, ഇതെൻ്റെ പന്നിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, തൊട്ടുപോകരുത്. ഇത്രയും പറഞ്ഞിട്ട് ഒരു അനുതാപിക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് ഈശോയോട് ഉൾപ്പെടുത്തി. അപ്പോൾ അവന് സുബോധമുണ്ടായി. ഹല്ലേലൂയ. എപ്പോഴാണ് സുബോധം ഉണ്ടായത്? തവിട് പോലും ഇപ്പൊ പലർക്കും സുബോധം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? തവിട് കിട്ടിക്കൊണ്ടായിരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഭാര്യ, നല്ല വീട്, നല്ല ജോലി, നല്ല വണ്ടി, എല്ലാം നന്നായിട്ട് പോകുക. ഇപ്പൊ ചിലർക്കെല്ലാം നന്നായിട്ട് പോകുന്നതുകൊണ്ട് ആ തവിട് കിട്ടിയിരുന്നെങ്കിൽ മറ്റൊരു പന്നിയായി അവൻ ചത്തേനെ അവിടെ കിടന്ന്. അപ്പൊ ഇത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? 119 സങ്കീർത്തനത്തിൻ്റെ 71 വാക്യത്തിൽ 119 സങ്കീർത്തനം 71 വാക്യം, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദാസൻ ദാവീദ് പറയുകയാണ്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ഒരു നാട്ടിൽ ക്ഷാമമുണ്ടാകുന്ന അതിൽ തന്നെ നന്മയല്ല. പക്ഷെ ധൂർത്തപുത്രനെ സംബന്ധിച്ച് ആ ക്ഷാമം അവിടെ ഉണ്ടായില്ലെങ്കിൽ അവൻ ആ പന്നിക്കൂട്ടി തന്നെ അവൻ്റെ അന്ത്യം കുറിക്കേണ്ടി വന്നേനെ. അപ്പം ഇന്ന് നമ്മുടെ ചില കുടുംബത്തിൽ കല്ലുകടി ഉണ്ടായിട്ടുള്ളത്, ചില രോഗപീഠകളിലൂടെ കടന്നു പോകുന്നത്, ചില തകർച്ചകൾ കടന്നു വന്നത്, അതിൽ തന്നെ നാശമല്ല, അതിലൂടെ ദൈവത്തെ തേടാൻ അന്വേഷിക്കാൻ നിമിത്തമായിട്ട് മാറാം. ഹല്ലേലൂയ. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. കല്യാണം കഴിഞ്ഞ് മാസങ്ങൾ, വർഷം തികഞ്ഞിട്ടില്ല, അതിനിടയിൽ കുടുംബ പ്രശ്നവുമായിട്ട് ധ്യാനത്തിന് വരുന്നവരുണ്ട്. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ സഹോദരിയുടെ വിവാഹത്തിന് മുൻപുള്ള ആത്മീയ ജീവിതം ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു ബ്രദറെ, 4 കൊന്തം ഞാൻ ചെല്ലുമായിരുന്നു ബ്രദറെ, ചൊവ്വ വെള്ളി 2 ദിവസം ഞാൻ ഉപവസിക്കുമായിരുന്നു ബ്രദറെ. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. കല്യാണം കഴിഞ്ഞതിന് ശേഷം അതെന്താണെന്നറിയില്ല ബ്രദറെ, ഞായറാഴ്ച ഇപ്പോൾ പള്ളിയിൽ പോകാറുള്ളൂ, അതും ഒരിക്കൽ പോലും കുർബാന തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയിലെത്താൻ സാധിച്ചിട്ടില്ല. എന്താണെന്ന് അറിയില്ല ബ്രദറെ. പിന്നെ ഉപവാസം അതിപ്പോൾ എടുക്കാറില്ല. ഇപ്പം 4 കൊന്ത ചൊല്ലിയിരുന്ന ഞാനിപ്പോൾ ഉള്ളത് പറയാമല്ലോ ബ്രദറെ, ചിലപ്പോൾ വീട്ടിൽ പ്രാർത്ഥന പോലും നടക്കാറില്ല. പലർക്കും പാലം കടക്കോളം ദൈവം മതി, പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവം വേണ്ട. ഒരു വ്യക്തി വിവാഹിതയായി, ഇന്നലെ വരെ നീ ഒരു യുവാവായിരുന്നു, ഒരു യുവതിയായിരുന്നു, ഇന്ന് നീ ഒരു ഭാര്യയാണ്, നിന്റെ പ്രാർത്ഥന 4 കൊന്തയാണെങ്കിൽ അത് 5 ആക്കണം. ഇന്നലെ വരെ 4 കൊന്തയാണെങ്കിൽ നീ ഒരു ഭർത്താവാണ്, നിന്റെ കൊന്തയുടെ എണ്ണം കൂട്ടണം. ഇനി നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയായി, നീ വീണ്ടും പ്രാർത്ഥന കൂട്ടണം. നീ ഒരു മരുമകളാണ്, ഒരു മരുമകനാണ്, നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്, അപ്പനാണ്, പ്രാർത്ഥന കൂട്ടണം.
ഇനി അവർ ദൈവത്തിലേക്ക് തിരിയണമെങ്കിൽ ചില തകർച്ചകൾ വരുമ്പോഴാണ് അവർ ദൈവത്തിലേക്ക് തിരിയാൻ ഒരു നിമിത്തമായിട്ട് മാറുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മയിലിനെ സൃഷ്ടിച്ചപ്പോൾ തമ്പുരാൻ മനോഹരമായിട്ടുള്ള പീലി കൊടുത്തു. ഇതങ്ങ് വിടർത്തി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നൃത്തം തുടങ്ങും, ഡാൻസ് ചെയ്യാൻ തുടങ്ങും മയിൽ. അത് സന്തോഷിച്ച് മതിമറന്ന് നൃത്തം ചെയ്ത് അവിടെ വീണ് ചത്തുപോകുമായിരുന്നു. കൊടുത്തത് പിൻവലിക്കാൻ പറ്റില്ലല്ലോ, ഇതിൻ്റെ വംശം നിലനിർത്തണ്ടേ. അതിന് തമ്പുരാൻ പിന്നീട് ഒരു അല്പം മാറ്റം വരുത്തി മയിലിന് കറുത്ത 2 കാലുകൾ അങ്ങ് പിടിപ്പിച്ചു. വൃത്തികെട്ട കാല് മയിലിന്. ഈ പീലി നിവർത്തി നൃത്തം ചെയ്ത് അറിയാണ്ട് കണ്ണ് കാലയിലേക്ക് പോകുമ്പോൾ സാവകാശം പീലി ഒതുങ്ങും. ഹല്ലേലൂയ. ദൈവത്തെ മറന്നുള്ള നൃത്തം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങളെ എനിക്ക് നിങ്ങൾക്കും വന്നിട്ടുള്ളൂ. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ഈ തകർച്ച വന്നില്ലായിരുന്നെങ്കിൽ, ഈ പ്രശ്നം വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊന്നും ഈ ദൈവത്തെ തേടുന്നവളായിരുന്നില്ല. ജനലക്ഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോഴങ്ങനെ എൻ്റെ വീക്ഷണത്തിൽ ഇന്ന് സുബോധം കിട്ടുന്നത് 2-3 കാരണങ്ങളാണ്. ജനലക്ഷങ്ങൾക്ക് സുബോധം കിട്ടുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം മായം ചേർക്കാതെ പരിശുദ്ധാത്മ നിറവോടുകൂടി പ്രഘോഷിക്കപ്പെടുന്നിടത്ത് 10,000-ങ്ങളിൽ മാനസാന്തരം ഉണ്ടാകുന്നു. അപ്പോസ്തലൻ പ്രസംഗിച്ചപ്പോൾ ഹൃദയം നുറുകിക്കൊണ്ട് അവർ ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? 3000 പേര് മാനസാന്തരപ്പെട്ടു. മറ്റു ചിലത് ഈ പറഞ്ഞ പോലെ തകർച്ചയുടെ നെല്ലിപ്പലകയിൽ എത്തുമ്പോൾ വേറെ ഗത്യന്തരമില്ലാത്തപ്പോൾ ദൈവത്തെ അന്വേഷിക്കാൻ നിർബന്ധിതരാകുന്നു. 3-മത്തത് കണ്ണൂരപ്പുറത്തൊരു ഇടവകയിൽ ധ്യാനം നടത്തുകയാണ്. 2-മത്തെ ദിവസം ഇടവകയിലെ ഒരു കൈക്കാരൻ ചേട്ടൻ എന്നോട് പറയുകയാണ്, ബ്രദറെ, ഞാൻ ഇങ്ങനെയൊന്നും ജീവിച്ചിരുന്ന ആളല്ല. എൻ്റെ പ്രധാന ജോലി വാടകയ്ക്ക് തല്ലാൻ പോക്കായിരുന്നു എൻ്റെ പ്രധാന ജോലി. പിന്നെ എവിടെ ധ്യാനം കൂടിയിട്ടാണ് മാനസാന്തരം? എവിടെയും ധ്യാനം കൂടിയതല്ല ബ്രദറെ, അതൊരു കഥയാണ്. കാലത്ത് ചാരായം കുടിച്ചിട്ട് ഒരു പാലത്തിൻ്റെ മതിലേ കയറി സ്റ്റേഷൻ കിട്ടാതെ ഇങ്ങനെ ഇരിക്കുക. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു കുടുംബം ഭാര്യയും ഭർത്താവും കൈക്കുഞ്ഞുമായിട്ട് നടന്നു വരിക. അവർ ചിരിച്ചെന്തോ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷമായിട്ട് ഈ അമ്മയും ഈ ഭാര്യയും ഭർത്താവും കുഞ്ഞുമായിട്ട് നടന്നു പോവുക. അദ്ദേഹം അവരെ ശ്രദ്ധിച്ചു. ഇയാളുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു. കണ്ണിൽ നിന്ന് മറയുന്നവർ കുടുംബത്തെ നോക്കിയിരുന്നു. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇയാളുടെ ഉള്ളിൽ ഒരു ചോദ്യം, നിനക്കും എന്തുകൊണ്ട് ഇങ്ങനെ സന്തോഷമുള്ളൊരു കുടുംബജീവിതം നയിച്ചുകൂടാ? ഉള്ളിലൊരു തോന്നൽ. ഉത്തരം ഉള്ളിൽ തന്നെ വരികയാണ്, ഇങ്ങനെ സന്തോഷമുള്ളൊരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ ഈ എൻ്റെ നശിച്ച കള്ളുകുടി നിർത്തിയാലേ പറ്റൂ. ആ പാലത്തിൻ്റെ മതിലിലിരുന്ന് തീരുമാനം എടുത്താണ്. പിന്നെ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല, കല്യാണം കഴിച്ചു, മോള് കോൺവെൻറ്റിൽ ചേർന്നിരിക്കുന്നു, ആൾ പള്ളിയിലെ കൈക്കാരനാണ്. ഇതാരുടെയും പ്രസംഗം കേട്ടിട്ടല്ല, ഒരു തകർച്ചയും വന്നിട്ടല്ല. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യവും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ അന്തരാത്മാവിൽ മൃദുല സ്വരത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കാറുണ്ട്. മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. നീ ഒന്ന് നിൽക്കണം, നീ ജീവിതത്തിൽ നിന്നേ മതിയാവൂ, നീ ഒന്ന് തിരിഞ്ഞു നോക്കണം. ഇങ്ങനെ പരിശുദ്ധാത്മാവ് ചില വ്യക്തിയുടെ ഉള്ളിൽ സംസാരിക്കുമ്പോൾ ആ സ്വരം കേട്ട് 10,000-ങ്ങൾ മാനസാന്തരത്തിലേക്ക് വരുന്നു. ഒന്ന് കരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ആഴമായ മാനസാന്തരത്തിൻ്റെ വൻ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-മത്തെ പോയിന്റ് സുബോധം ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മകനെ, മകളെ, നീ ഏതവസ്ഥയിൽ എങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു മകനായിരുന്നു, മകളായിരുന്നു, ഇന്ന് നീ ഏതവസ്ഥയിൽ എങ്ങനെ കഴിയുന്നു, ആയിരുന്ന അവസ്ഥയും ആയിരിക്കുന്ന അവസ്ഥയും തിരിച്ചറിയുക എന്നുള്ളതാണ്. വേദപാഠം പഠിപ്പിച്ചിരുന്ന ഒരു യുവതി പഠനത്തിന് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. കൂട് തുറന്നു വിട്ട കിളിയെപ്പോലെ അവിടെ പോയി സ്വാതന്ത്ര്യം കിട്ടി. അന്യ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് പെട്ടെന്ന് പ്രണയത്തിലായി. അന്യ സമുദായത്തിൽപ്പെട്ട ആളാണ്. മാത്രമല്ല, കഞ്ചാവ് ഉപയോഗിക്കുകയല്ല, കഞ്ചാവ് കച്ചവടമുണ്ട്, ഗുണ്ടായുസമുണ്ട്, എല്ലാം തികഞ്ഞൊരു ഭർത്താവിനെയാണ് അവൾക്ക് കിട്ടിയത്. രജിസ്റ്റർ വിവാഹം ചെയ്ത് അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നു. പ്രിയപ്പെട്ട മകൾക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് പഠനത്തിനാവശ്യമായിട്ടുള്ള പണമൊക്കെ അയച്ചു കൊടുക്കുന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ യാതൊരു സംശയവും വികാരിയച്ഛനോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ തോന്നാത്ത രീതിയിൽ അവൾക്ക് അഭിനയിക്കാൻ അറിയാമായിരുന്നു.
എങ്കിലും മോളെ, നിനക്കറിഞ്ഞുകൂടായിരുന്നോ നീ ഏതവസ്ഥയിൽ കഴിഞ്ഞൊരു വ്യക്തിയാണ്? ഇപ്പോൾ നീ ഏതവസ്ഥയിൽ കഴിയുന്നു? അഭിനയിക്കാൻ അറിയാമെങ്കിൽ പൊട്ടിയായ ഭാര്യയോ പൊട്ടനായ ഭർത്താവിനെയോ വഞ്ചിക്കാൻ പറ്റും, മാതാപിതാക്കന്മാരെ വഞ്ചിക്കാൻ പറ്റും, ഇടവക ജനത്തെ വഞ്ചിക്കാൻ പറ്റും, ദൈവത്തെ വഞ്ചിക്കാൻ പറ്റുമോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീ സുബോധമുണ്ടാന്ന് പറയുമ്പോൾ നീ ഏതവസ്ഥയിൽ കഴിഞ്ഞിരുന്ന, ദൈവവുമായിട്ട് എത്ര നല്ല ബന്ധത്തിൽ കഴിഞ്ഞ വ്യക്തിയാണ്. ഇന്ന് നീ ഏതവസ്ഥയിലായിരിക്കുന്നു? ആയിരിക്കേണ്ട അവസ്ഥയും ആയിരിക്കുന്ന അവസ്ഥയും, അല്ലെങ്കിൽ ആയിരുന്ന അവസ്ഥയും ആയിരിക്കുന്ന അവസ്ഥയും, ഇത് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്ന, ഒന്ന് കുമ്പസാരിച്ച് കളയാം. അപ്പൻ മരിച്ച അവധിയല്ലേ, ഒന്ന് കുമ്പസാരിച്ച് കളയാം. വിവാഹ വാർഷികമല്ലേ, ഒന്ന് കുമ്പസാരിച്ച് കളയാം. അങ്ങനെ കളയേണ്ട ഒന്നല്ല. ഞാൻ കുമ്പസാരിക്കാൻ പോകുന്നത് അപ്പം മരിച്ച അവധി ആയതുകൊണ്ടല്ല, എന്നിൽ പാപമുള്ളതുകൊണ്ടാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. സുബോധം ഉണ്ടാകുക എന്നുള്ളതാണ്. എന്നിൽ തിരുത്തേണ്ടതായ സംഗതി ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് അതുണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ കിട്ടേണ്ട പോയിന്റ് ധൂർത്തപുത്രൻ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷ ഭക്ഷണം കഴിക്കുന്നു. ഈശോ തന്നെ പറഞ്ഞല്ലോ, യഥാർത്ഥ ഭക്ഷണം എൻ്റെ ശരീരമാണ്, യഥാർത്ഥ പാനീയം എൻ്റെ രക്തമാണ്. 150 കോടിയോളം വരുന്ന കത്തോലിക്കര് വരപ്രസാദാവസ്ഥയിൽ ജനലക്ഷങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ച് വളരുമ്പോൾ ഞാൻ അതെല്ലാം വിട്ട് പന്നിക്കുട്ടി കിടക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷ ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എഴുന്നേറ്റ്. ആദ്യത്തെ പോയിന്റ് 1 സുബോധമുണ്ടാകുന്നു, 2 എഴുന്നേറ്റ്. എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്നെ ദൈവത്തിൽ നകറ്റുന്ന ആ വ്യക്തി, ആ വസ്തു എന്താണോ, ഈ ദിവസം ഞാൻ അതിനോട് എന്നേക്കുമായിട്ട് വിട പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സമയത്ത് ചില ബന്ധങ്ങൾ, പലപ്പോഴും അങ്ങനെ ധ്യാനത്തിന് വരുമ്പോൾ ചില തെറ്റായ ബന്ധത്തിൽ മക്കൾ ചെന്ന് ചാടി. അന്യ സമുദായത്തിൽപ്പെട്ട ഒരു യുവാവുമായിട്ട് യുവതി പ്രണയത്തിലായി. എടവപ്പള്ളി വികാരിച്ചൻ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, അപ്പൻ തൂങ്ങിച്ചാകൂന്ന് പറഞ്ഞു, അമ്മ ചാകൂന്ന് പറഞ്ഞൊന്നും അവളുടെ മനസ്സ് മാറ്റാൻ മതിയായതല്ല. അങ്ങനെയാണ് ധ്യാനത്തിന് വരുന്നത്. അവിടെ വരുമ്പോഴും ആ പിടിച്ചെടുത്ത് തന്നെയാണ്. കാരണം മാനുഷികമായ ശക്തി കൊണ്ട് പിന്മാറാൻ പറ്റില്ല ഇതിൽ നിന്ന്. അപ്പം അങ്ങനെ ചിലപ്പോൾ അവസാനം ഒന്ന് പറയും, ഞാൻ എങ്ങനെ പിന്മാറും, ഞങ്ങൾ ഇത്രയും അടുത്ത് പോയി. മാനുഷികമായി അത് സാധ്യമല്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിന്റെ കണ്ണ് നിനക്ക് പാപത്തിന് ഹേതുവാകുന്നെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? കൈയാണെങ്കിലോ കാലാണെങ്കിലോ. അക്ഷരാർത്ഥത്തിൽ നമ്മളിത് പ്രാവർത്തികമാക്കുകയാണെന്ന് ചുമ്മാ ഒന്ന് ഭാവനയെ കണ്ടു നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും കോലം എങ്ങനെയായിരിക്കും? കൈകൊണ്ട് പാപം ചെയ്തപ്പോൾ കൈ വെട്ടി, കാല് വെട്ടി, കണ്ണ് പൊട്ടിച്ച് വല്ലതും കൂടെ നടക്കാൻ കൊണ്ടാവുന്ന വല്ലതും കാണുമോ? ഇതിൻ്റെ അർത്ഥം കൈ വെട്ടുക, കാല് വെട്ടുക എന്നല്ല. അതൊക്കെ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ശരീരത്തിൻ്റെ ഒരു അവയവം വിച്ഛേദിക്കുന്ന വേദനയുണ്ടാകും ചില തിന്മകൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. മൊബൈലിൽ തെറ്റായത് കണ്ട് ശീലിച്ചൊരു വ്യക്തിക്ക് അതിൽ നിന്ന് ഒന്ന് നിയന്ത്രണം പാലിക്കുന്ന കണ്ണു പൊട്ടിക്കുന്നതിന് തുല്യമായിരിക്കും. ജീവിത പങ്കാളിയുടെ അപ്പുറത്തൊരു ബന്ധം സ്ഥാപിച്ച വ്യക്തിക്ക് അതിൽ പിന്മാറാൻ പറഞ്ഞാൽ അവൻ്റെ കയ്യോ കാലോ വെട്ടുന്നതിന് തുല്യമായിരിക്കും. ഈ വേദന സഹിക്കാൻ തയ്യാറാണെങ്കിലാണ് ദൈവരാജ്യത്തിൻ്റെ ശാന്തിയും സമാധാനവും സന്തോഷവും ദൈവം ബൈബിളിൽ എന്തൊക്കെ ദൈവം മക്കൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് നിറവേറുന്നത് ഇത് സഹിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് അവൻ എഴുന്നേറ്റ്. സങ്കീർത്തനം പ്രഭാഷണ പുസ്തകം 12:13, അധ്യായം 12 വാക്യം 13. പ്രഭാഷണ പുസ്തകം അധ്യായം 12 വാക്യം 13. പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ വല്ലവർക്കും സഹതാപം തോന്നും. ബാബ സുരേഷിനെ എത്ര പ്രാവശ്യമാണ് പാമ്പ് കടിച്ചത്? ആർക്കെങ്കിലും വല്ല സഹതാപം തോന്നിയ? ഒരു തമാശ കാണുന്ന പോലെയാണ് കാണും. കാരണം അയാൾ പാമ്പിൻ്റെ കൂടെ വസിക്കുന്ന ആളാണ്. കടി കിട്ടിയില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ. ഒരു വഴിപോക്കനെ പാമ്പ് കടിച്ചെന്ന് കേട്ടാലോ, അയ്യോ എന്ത് പാമ്പാ, എവിടെ വെച്ചാ കടിച്ചത്, ഇപ്പം എങ്ങനെയുണ്ട്, 100 ചോദ്യങ്ങൾ. പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ വല്ലവർക്കും സഹതാപം തോന്നുമോ? ഈ കുംഭസാരത്തിൽ ചെയ്ത തെറ്റൊക്കെ ഏറ്റു പറയും, എന്നിട്ട് പിന്നെയും പോയി പന്നിക്കൂട്ടിലേക്കാണ് പോകുന്നു. എഴുന്നേൽക്കുന്നില്ല, ആ തിന്മ ഉപേക്ഷിക്കുന്നില്ല, ആ ബന്ധം ഉപേക്ഷിക്കുന്നില്ല, ആ സാഹചര്യം ഉപേക്ഷിക്കുന്നില്ല, ആ മദ്യം ഉപേക്ഷിക്കുന്നില്ല, ആ മയക്കുമരുന്ന് ഉപേക്ഷിക്കുന്നില്ല. അത് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കൊപകോടൊപ്പിച്ചു അതൊക്കെ അച്ഛൻ്റെ ചെവി പറയും. ആ അടിസ്ഥാനമായിട്ട് അതിൽ നല്ലൊരു വിടുതൽ പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
വിശുദ്ധ അഗസ്റ്റിൻ നമ്മൾ വിളിക്കുന്ന വിശുദ്ധ അഗസ്റ്റിൻ അത്ര വിശുദ്ധ അഗസ്റ്റിനൊന്നും ആയിരുന്നില്ല, ഒരു അശുദ്ധ അഗസ്റ്റിനായിരുന്നു. അവിഹിത ബന്ധത്തിൽ കുഞ്ഞിൻ്റെ അപ്പനായ ആളാണ്. പക്ഷെ അമ്മ ദൈവത്തിൽ പ്രത്യാശ വെച്ചു. നമ്മളിൽ പലരും പ്രാർത്ഥിക്കുന്ന 7 ദിവസത്തെ നൊവേന, 9 ദിവസത്തെ നൊവേന ഇതിൻ്റെ ഉള്ളിൽ കാര്യം നടത്തി തന്നേക്കണം. തന്നില്ലെങ്കിൽ നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ഈ വ്യവസ്ഥയൊന്നുമല്ല കർത്താവ് പറഞ്ഞത്. ഭഗ്നാശരാഗത കിട്ടുന്നവരെ പ്രാർത്ഥിക്കുക, സമയമൊക്കെ ദൈവം നിശ്ചയിക്കട്ടെ. കച്ചവടത്തിനുള്ളതല്ല നൊവേനകൾ, നവനാൾ പ്രാർത്ഥനകൾ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ ആ വ്യവസ്ഥ വേണ്ട. ദൈവം ഒരുപക്ഷെ 7 ദിവസം വേണ്ടായിരിക്കും, പ്രാർത്ഥിച്ചാൽ ഉടനടി ഉത്തരം തന്നേക്കാം. 7 ആഴ്ചയായിരിക്കാം, 7 മാസമായിരിക്കാം. സമയമൊക്കെ ദൈവം നിശ്ചയിക്കട്ടെ. 1 പത്രോസ് 5:6 മുതലുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 5:6 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടെ നിങ്ങൾ ഉയർത്തിക്കൊള്ളും. വിശ്വാസികളെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് പറ്റിച്ച് നമ്മൾ അതിനെ തിരിച്ചു വിട്ട് കഴിയുമ്പോൾ കിട്ടാത്തവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. സത്യം സത്യമായിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിരാശ വരുന്നില്ല. ദൈവത്തോട് ചോദിക്കുക, 7 ദിവസം ഇന്നത് പ്രാർത്ഥിച്ചാൽ, ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും. കിട്ടിയവർക്ക് സന്തോഷമായി, കിട്ടാത്തവൻ്റെ ഉള്ള വിശ്വാസം കൂടെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ വല്ലവർക്കും സഹതാപം തോന്നും. ഈ അഗസ്റ്റിൻ്റെ അമ്മ മോനിക്കപ്പെണ്ണിവതി പ്രാർത്ഥിക്കും തോറും മകൻ കൂടുതൽ വഷളായിട്ട് വരിക. ഇനി വേറെ വിളിക്കാനൊരു നാമമില്ല, വേറെ പോകാനൊരു സ്ഥലമില്ല. ഇവിടുന്നാണ് എനിക്ക് ഉത്തരം കിട്ടേണ്ടത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും. മുട്ടിക്കൊണ്ടിരിക്കുന്നു, ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എവിടുന്നോ വചനം കേട്ടു, ആള് മാനസാന്തരപ്പെട്ടു. അഗസ്റ്റിൻ തെരുവിലൂടെ നടന്നു വരിക. അവിഹിത ബന്ധത്തിൽ കുഞ്ഞിൻ്റെ അപ്പനായ അഗസ്റ്റിൻ തെരുവിലൂടെ നടന്നു വരുമ്പോൾ പഴയ കാമുകയും വീട്ടിൻ്റെ ജനലിലൂടെ നോക്കി, ഇതാ അഗസ്റ്റിൻ വരുന്നു, സാഹചര്യം അനുകൂലമാണ്, ഇന്ന് വീട്ടിൽ ആരുമില്ല, സന്ധ്യ വരെ സന്തോഷം പങ്കിടാം, നൃത്തം ചെയ്യുകയാണ്. ഇപ്പം കതകിന് മുട്ടും, തുറക്കാനായിട്ട് തയ്യാറായിരിക്കുന്നു. പ്രതീക്ഷിച്ച സമയം കഴിഞ്ഞിട്ടും ആരും കതകിന് മുട്ടുന്നില്ല. ജനലിലൂടെ നോക്കിയപ്പോഴീ വീട് കഴിഞ്ഞ് പോകുകയാണ് അഗസ്റ്റിൻ. കതകിന് മുട്ടി ശബ്ദം ഉണ്ടാക്കി. തിരിഞ്ഞു നോക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. ചങ്ക് പൊട്ടി അവൾ വിളിച്ച, അഗസ്റ്റിൻ. തിരിഞ്ഞു നോക്കി. നീ എന്താ എന്നെയൊന്നും മറന്നോ? തിരിഞ്ഞു നോക്കാതെ പോകുന്നല്ലോ. അഗസ്റ്റിൻ കൊടുത്തൊരു മറുപടിയുണ്ട്. നിന്നെ അറിയുന്ന ഒരു അഗസ്റ്റിൻ ഉണ്ടായിരുന്നു. ആ അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം പാലായിലെ ഗ്വാഡലൂപ്പ പള്ളിയിലെ കൺവെൻഷൻ്റെ 3-ാം ദിവസം അവിടെ വെച്ച് ചത്തുപോയി. അവനെ ഞാൻ അടക്കിയിട്ട് വരിക, എന്നിട്ട് നേരെ പോയി. ഇതാണ് ഈ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവനുണ്ട്, പ്രിയപ്പെട്ടവളുണ്ട്, അത് ചത്തു. ആ ബന്ധം ഇവിടെ കൊണ്ട് അവസാനിച്ചു. അവൻ മരിച്ചു, അടക്കിയിട്ട് വരിക. എന്നിട്ട് അഗസ്റ്റിൻ്റെ മനസ്സിൽ സെമിനാരി ചേരുന്നു, വൈദികനാകുന്നു, മെത്രാനാകുന്നു, വിശുദ്ധനാകുന്നു. അവനും അവൾക്കും ഒരു വിശുദ്ധനും വിശുദ്ധയും ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? വിശുദ്ധ ചാവറക്കുറിയാക്കോസ് ഏലിയാസ് അച്ഛനും വിശുദ്ധ അൽഫോൻസാമ്മയ്ക്കും മറ്റ് കേരളത്തിലെ ഇവർക്കൊക്കെ കിട്ടിയ കുദാശകളല്ലേ നമുക്കും കിട്ടിയിട്ടുള്ള ആ വായു, ആ വെള്ളം ശ്വസിക്കുന്നു. എന്തുകൊണ്ട് അവർക്ക് ഈ തലമുറയിൽ വിശുദ്ധ ജീവിതം നയിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? എഴുന്നേൽക്കണം, ആ സാഹചര്യം ഒഴിവാക്കണം. ഇന്ന് സംഭവിക്കുന്ന പലപ്പോഴും പത്രോസ്ലിയ പറയാണ്, പത്രോസ്ലിയുടെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. 2 പത്രോസ് 2:19 മുതലുള്ള വാക്യങ്ങൾ. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും കിടന്നുരുളുന്നു, നായ ഛർദ്ദിച്ച് തന്നെ പിന്നെയും ഭക്ഷിക്കുന്നു. ഈ പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. അവരെക്കുറിച്ച് ഈ കുളിയും കഴിഞ്ഞിട്ട് പന്നിക്കൂട്ടിലേക്ക് പോകുന്നവർ എഴുന്നേൽക്കുന്നില്ല, ആ ബന്ധം ഉപേക്ഷിക്കുന്നില്ല, ആ വസ്തു ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവകൃപ നമ്മളിലേക്ക് കടന്നു വരും. വഴി തടസ്സം നീക്കുവിൻ, എൻ്റെ ജനത്തിൻ്റെ മാർഗത്തിൽ പ്രതിബന്ധങ്ങൾ നീക്കുവിൻ, പണിയുവിൻ, വഴി ഒരുക്കുവിൻ. ഞാൻ വരുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്. എനിക്ക് വരാനുള്ള തടസ്സം മാറ്റുവിൻ. ഒന്ന് കരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പണ്ടൊക്കെ ഒരു വക പന്നി എന്ന് പറഞ്ഞാൽ അതായിരുന്നു പന്നി. അറപ്പ് തോന്നുന്ന കറുത്ത് പടച്ച് കിടക്കുന്ന എല്ലും തോലുമായിട്ടുള്ള പന്നികൾ. ഇപ്പോഴത്തെ പന്നി എന്ന് തന്നെ വിളിക്കാൻ പോലും തോന്നില്ല. സായിപ്പിനെയും മദാമയെ പോലെ ഇരിക്കുന്നു ഇപ്പോഴത്തെ പന്നി. 100 കിലോ കവിളൊക്കെ തൊടുത്ത് നല്ല ചുമന്ന പന്നികൾ കുണിയും നടക്കുന്ന കണ്ടാൽ തന്നെ ഒരു രസമാണ്. ഇപ്പോൾ മോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയായിരുന്നു. അവധിക്ക് വന്നപ്പോൾ ഇവരുടെ വീട്ടിൽ പന്നിയുണ്ട്. മോൾക്കൊരു കൗതുകം തോന്നിയ ഒരു പന്നിയെ കുളിമുറി കൊണ്ടുപോയി നല്ല സോപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് തോർത്തി കഴിഞ്ഞപ്പോൾ മിടുക്കിയായി. അതിൻ്റെ മോന്തയിൽ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് കൊടുത്തു, ഒന്ന് കണ്ണും എഴുതി കൊടുത്തൊരു പൊട്ടും കുത്തി.
ഇപ്പം വേണേൽ ബെഡേ കയറ്റിക്കെടുത്താം. മോൾക്ക് നല്ല രസം തോന്നി. അകത്ത് പോയി തിരിച്ചു വന്നപ്പോൾ പന്നിയെ കാണാനില്ല. നോക്കിയപ്പോൾ അതിൻ്റെ സ്വഭാവം മാറുമോ? അതാ മുറ്റത്ത് ചെളി കിടന്ന് പടയുക. ഇങ്ങനൊരു കുമ്പസാരമുണ്ട്. അച്ഛനെയും കുമ്പസാരക്കൂട്ടരെയും കാണുമ്പോഴത്തേക്ക് ഒരു കുമ്പസാരം, ചെളിക്കൂട് കണ്ടപ്പോഴത്തേക്ക് അവിടെ പടയുന്ന ഒന്ന്. ആ കുമ്പസാരമല്ല ദൈവം ആഗ്രഹിക്കുന്നു. കരമുയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് സുബോധമുണ്ടാകുന്നു, രണ്ട് എഴുന്നേൽക്കുന്നു. മൂന്നാമത്തതാണ് നമ്മുടെ കുമ്പസാരത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകം. ഞാൻ ആരെ വേദനിപ്പിച്ചോ, എന്നെ ആര് വേദനിപ്പിച്ചോ, ആ വ്യക്തിയോട് രമ്യപ്പെടാതെ, ആ വ്യക്തിക്ക് ക്ഷമ കൊടുക്കാതെ എനിക്ക് പാപക്ഷമ കിട്ടുന്നില്ല. എത്ര പേര് ചിന്തിച്ചിട്ട് കുമ്പസാരിക്കാൻ പോകുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ധ്യാനത്തിലൊക്കെ പങ്കെടുത്ത് അത് ശരിക്കും അറിഞ്ഞവർ ആ രീതിയിൽ തന്നെ കുമ്പസാരിക്കുന്നവരുണ്ട്. അകാരണമായിട്ട് നിങ്ങളെ ഒരാൾ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ ചെന്നായെ പോലെ നിങ്ങളുടെ രക്തത്തിന് വേണ്ടി ദാഹിച്ച് പിന്നാലെ കൂടിയിരിക്കുന്നൊരു ദുഷ്ടനാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇത് കുമ്പസാരക്കൂട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറയും, ക്ഷമിക്കാൻ പറയും, എനിക്കത് പറ്റില്ല, അതുകൊണ്ട് ഞാൻ ആ വിഷയം പറയാറില്ല. അതല്ലേ കള്ളക്കുമ്പസാരം. യന്ത്രമല്ലല്ലോ കുമ്പസാരക്കൂട്ടിലിരിക്കുന്നു. സാഹചര്യം പറഞ്ഞാൽ മനസ്സിലാകില്ലേ? ഇന്ന് ധാരാളം പേരുടെ കൃപ നഷ്ടപ്പെടുന്നു. ധൂർത്തപുത്രൻ എന്ത് പറഞ്ഞുകൊണ്ടാണ് പോകുന്നതെന്നറിയോ? ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലും. പിതാവിനോട് ഞാൻ പറയും, പിതാവേ, നിനക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ തെറ്റ് ചെയ്തു. സ്വർഗത്തിനെതിരായിട്ട് ചെയ്ത തെറ്റെന്താണ്? 4ാമത്തെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നുള്ളത്. അത് ലംഘിച്ചത് വഴി സ്വർഗത്തിനെതിരെ തെറ്റ് ചെയ്തു. എന്നാൽ നേരെ അച്ഛനോട് പറഞ്ഞാൽ മാത്രം മതിയോ? എൻ്റെ അപ്പനെ ഞാൻ വേദനിപ്പിച്ചില്ലേ, അപ്പനോട് ഞാൻ പറയും. മുഖത്ത് നോക്കിയ വീതമൊക്കെ വാങ്ങിച്ചപ്പോൾ, അപ്പ നിനക്കെതിരെ ഞാൻ തെറ്റ് ചെയ്തു പോയി. ഈ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ മദ്യപിച്ച് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക. ഇന്ന് അപ്പൻ വീട്ടിലുണ്ട്. കുറേ നേരം ആയപ്പോൾ അപ്പൻ പറഞ്ഞു, മതിയടാ നിർത്ത്, കുറേ നേരം ആയല്ലോ എന്ന്. അവനൊരു പട്ടിയ കഷ്ണം എടുത്ത് അപ്പൻ്റെ പുറകെ ചാടി. ഇന്നെങ്കിലും ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഇപ്പം പോത്തിൻ്റെ കാതിൽ വേദം ഓതിയിട്ട് കാര്യമില്ലല്ലോ. അപ്പന് വേറൊന്നും അറിയില്ലായിരുന്നു. 18ാമത്തെ അടവെടുത്ത്. 18ാമത്തെ അടവെന്ന് പറഞ്ഞ ഓട്ടമാണ്. തടി കേടാവുന്നതിനെങ്കിൽ ഇറങ്ങി ഓടുക എന്നുള്ളത്. കുറച്ച് അന്തസ്സുള്ള കുടുംബമായതുകൊണ്ട് നേരെ ഓടിക്കഴിഞ്ഞാൽ നാട്ടുകാരറിയും വീടിന് ചുറ്റുമാണ് കിടന്ന് ഓടിയത്. കിട്ടുന്നിടത്ത് വെച്ച് ഇവന് ഒന്ന് കൊടുക്കും. അങ്ങനെ നാട്ടുകാരറിഞ്ഞ് പിടിച്ചു മാറ്റി. ലഹരിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വീട്ടിൽ അപ്പൻ്റെ മുഖത്ത് നോക്കാനും നാട്ടുകാരുടെ മുഖത്ത് നോക്കാനും ഒരു ചമ്മൽ. അപ്പോഴാണ് അവൻ്റെ മനസ്സിൽ പോട്ട ഡിവൈൻ ഓർമ്മ വന്നത്. അപ്പം 5 ദിവസം കഴിയുമ്പോഴേക്ക് ഇവിടെയൊക്കെ ശാന്തമാകും. മാത്രമല്ല, ധ്യാനം കൂടി വരുന്ന മോനോട് അതിൻ്റേതായ ഒരു ബഹുമാനമൊക്കെ കാണുമല്ലോ. അങ്ങനെയാണ് ധ്യാനത്തിന് വരുന്നത്. കുമ്പസാരമൊക്കെ തുടങ്ങി. വെള്ളിയാഴ്ചയാണെന്ന് അറിഞ്ഞില്ല, 2 കഷ്ണം ഇറച്ചി അങ്ങ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. കുർബാനയ്ക്ക് നിന്നപ്പോൾ പല വിചാരം വന്നിട്ടുണ്ട്, ഉറക്കം വന്നിട്ടുണ്ട്, കൊന്ത മുടക്കിയിട്ടുണ്ട്. ഒരിടവേള കട്ടിയുള്ളത് പിന്നെയല്ലേ വരൂ. ഇനി എന്തും പറയാനുണ്ടോ മോനെ? അപ്പനിട്ട് 2 കൊടുത്തായിരുന്നു. അതൊക്കെ വലിയ തെറ്റാണ്, അങ്ങനെയും ചെയ്യരുത്. തൊടാൻ പോകുന്നില്ല അച്ഛൻ. ചെയ്തു പോയ പാപത്തെ ഓർത്ത് 3 നന്മ നിറഞ്ഞവരും ചൊല്ലി മാതാവിൻ്റെ സ്തുതിക്കായി കാഴ്ചവെക്കുക. എന്തിനാ അച്ഛ പിശുക്കുന്നത്? 3 ആക്കുന്നത് 30 എണ്ണം ചെല്ലാമല്ലോ, വല്ല മുടക്കുമുണ്ടോ? അങ്ങനെ ഭക്തൻ ധ്യാനമൊക്കെ കഴിഞ്ഞ് ഹാ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ പാട്ടും പാടി വരിക. അപ്പൻ വരാന്തയിലിരുന്ന് കുഴമ്പിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുക. പോയപ്പോൾ കൊടുത്തിട്ട് പോയതേ. കണ്ട മട്ടിലൊരൊറ്റ പോക്കകത്തേക്ക്. ഇങ്ങനെ കുറേ ഭക്തന്മാരുണ്ട്. ഈ പെണ്ണ് അവളുടെ മാതാപിതാക്കളെ വിട്ട്, സഹോദരങ്ങളെ വിട്ട് ഇവനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. എന്നിട്ട് മരണം വരെ ജീവിക്കാൻ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഇവനെ കണ്ടാണ് ഇവരെല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നത്. എന്നിട്ട് ആ ഭാര്യയെ മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിച്ചിട്ടും അതൊരു തെറ്റായിട്ട് തോന്നുന്നില്ലേ? അത് അവിടെ അച്ഛൻ്റെ ചെവിയിൽ പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് അവളോടും കൂടി ഒന്ന് പറഞ്ഞുകൂടാ? എൻ്റെ വാക്ക്, പ്രവൃത്തി ജീവിത പങ്കാളിയുടെയോ മാതാപിതാക്കളുടെയോ മറ്റൊരു മനുഷ്യൻ്റെ ഉള്ളിൽ ചങ്കിൽ ഒരു മുറിവുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ മുറിവിനുള്ള ഔഷധം ഇതുവരെ ഒരു ഫാക്ടറി നിർമ്മിച്ചിട്ടില്ല. ആ ഔഷധം എൻ്റെ കയ്യിൽ തന്നെയാണ്. ആ വ്യക്തിയോട് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് എനിക്ക് തെറ്റിപ്പോയി എന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ആ വാക്കാണ് മാതാപിതാക്കളുടെ ആണെങ്കിലും ഭാര്യയുടെ ആണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും എൻ്റെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടുണ്ടായ മുറിവ് സുഖപ്പെടുത്താൻ ഇതാണ് അതിൻ്റെ ഔഷധം. അത് അച്ഛൻ്റെ ചെവിയിൽ മാത്രം പറഞ്ഞാൽ പോരാ. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ പറയുന്നത്, പിതാവേ, നിനക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ തെറ്റ് ചെയ്തു. 2 സ്ഥലത്ത് ഈശോ സ്പഷ്ടമായിട്ട് പഠിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 6:14. മത്തായിയുടെ സുവിശേഷം അധ്യായം 6:14.
മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. വേണമെങ്കിൽ റോമിൽ പോയിക്കോ, പരിശുദ്ധ മാർപ്പാപ്പയുടെ അടുത്ത് പോയി കുമ്പസാരിച്ചോ. മാർപ്പാപ്പയെ മാർപ്പാപ്പയാക്കിയ കർത്താവിൻ്റെ വചനം പറയാണ്, മോനെ നിനക്ക് പാപക്ഷമയില്ല. ബൈബിൾ പറയാണ്, പ്രഭാഷകന്റെ പുസ്തകം 28:1 മുതലുള്ള വാക്യങ്ങൾ, പ്രഭാഷകൻ 28:1 മുതലുള്ള വാക്യങ്ങൾ, അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്ന കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? മനുഷ്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ഇനി രണ്ടാമത് വല്ലവർ വരുമോ പുരുഷക്കാരൻ? ക്രൂശിതൻ അർപ്പിച്ച ബലിയുടെ ഗുണം എനിക്ക് കിട്ടണമെങ്കിൽ മർത്യൻ വിദ്വേഷം ഉപേക്ഷിക്കണം. എന്നിട്ട് അവസാനം ഒരു ഉപദേശം, എല്ലാം പോട്ടെ, ജീവിതാന്ത്യം ഓർത്തെങ്കിലും രമ്യപ്പെടുക, മരണം ഓർത്തെങ്കിലും. ആരുടെ മണ്ണിൽ പോയിട്ട് പിന്നെ എഴുന്നേറ്റ് വന്ന് ക്ഷമിക്കണം, അല്ലെങ്കിൽ ഞാൻ ക്ഷമിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഇപ്പം ജീവിച്ചിരിക്കുമ്പോഴല്ലേ. ഇപ്പം ബൈബിൾ പറയാണ്, മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുമെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുകയില്ല എങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. വിശ്വാസികളുടെ ധാരാളം കൃപ നഷ്ടപ്പെടുന്നത്, സൗഖ്യം നഷ്ടപ്പെടുന്നത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട തടസ്സം വെറുപ്പ്, വിദ്വേഷമാണ്. മർക്കോസിന്റെ സുവിശേഷം അധ്യായം 11:24 ഒരു വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം എവിടെയെങ്കിലും, ഇന്നിപ്പം നമ്മൾ അനുഗ്രഹ പ്രഭാഷണമാണ് കേട്ടോ, ടി വിയിലൂടെ എല്ലാം കേൾക്കുന്നത് അനുഗ്രഹ പ്രഭാഷണമാണ്. നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം തരും. കേൾക്കുമ്പോൾ സുഖമുണ്ട് കേട്ടോ, കേൾക്കുമ്പോൾ സുഖമുണ്ട്. ഒരു പാത്രത്തിൽ ചോക്ലേറ്റ് നെല്ലിക്കയും വെച്ചിട്ട് കുട്ടികളോട് എടുക്കാൻ പറഞ്ഞാൽ നെല്ലിക്ക അവിടെ ഇരിക്കുകയുള്ളൂ. ഇപ്പം ചോക്ലേറ്റ് വിളമ്പുന്ന പ്രബോധനമാണ്, വ്യവസ്ഥകൾ പറയില്ല. ദൈവം ഒന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നിൽ അതിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ താഴെ ഒരു വ്യവസ്ഥയുണ്ടാകും. അപ്പോഴാ വചനം പൂർത്തിയാകുന്നു. അതാ സുവിശേഷ പ്രസംഗം. അല്ലാതെ ഒന്നും ചെയ്യേണ്ട, നിങ്ങളിങ്ങനെ പോയാൽ മതി, ദൈവം ആകാശം തുറന്ന് തരുന്നു കേൾക്കുമ്പോൾ ഉണ്ടാവും. അത് കേൾക്കാൻ ജനകോടികളും ഉണ്ടാവും. പക്ഷെ അതല്ല സുവിശേഷം. ഒരു ഒന്നുകിൽ അതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒരു വാഗ്ദാനത്തിന് അപ്പുറം ഇപ്പുറോ ഒരു വ്യവസ്ഥ. ഉദാഹരണത്തിന് മർക്കോസിന്റെ സുവിശേഷം 11:24 ഒരു വാഗ്ദാനമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും, വിവാഹ തടസ്സം, ജോലി തടസ്സം, കടഭാരങ്ങൾ, രോഗശാന്തി, ഇതൊക്കെയാണല്ലോ നമ്മുടെ പ്രശ്നം. എന്തും നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുന്നു വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇതും ഇതുപോലുള്ള 100 വചനങ്ങൾ കോർത്തിണക്കി ഞാനൊരു 5 മിനിറ്റ് അങ്ങ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ എന്നെ ശ്രവിക്കാൻ ജനകോടികളുണ്ടാവും. എന്നാൽ ആ തൊട്ട് താഴെ പറയുകയാണ് 25-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കുവിൻ. അപ്പോഴാണ് ആ വചനം പൂർത്തിയാകുന്നത്. ഇത് ഇക്കിളിപ്പെടുത്തുന്ന രീതിയിൽ, സുഖിപ്പിക്കുന്ന രീതിയിൽ എന്തും തരുമെന്ന് പറഞ്ഞ് അങ്ങനത്തെ വചനങ്ങൾ 10 പറയുമ്പോൾ വലിയ വിശ്വാസ സന്തോഷമായി. പക്ഷെ വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും. ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്, ദൈവത്തോട് വിരോധമുള്ളവരെ, ദൈവത്തോട് വിരോധമുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത് ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചു നടന്നില്ല, പിന്നെ പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. മാതാപിതാക്കളോട് വിരോധമുള്ളവരുണ്ട്, ജീവിത പങ്കാളിയോട് വിരോധമുള്ളവരുണ്ട്, ഭാര്യ വീട്ടുകാരോട് വിരോധമുള്ളവരുണ്ട്, വൈദികരോട് വിരോധമുള്ളവരുണ്ട്, സന്യസ്തരോട് വിരോധമുള്ളവരുണ്ട്, സഭയോട് വിദ്വേഷമുള്ളവരുണ്ട്, ഭീകരന്മാരോട് വെറുപ്പുള്ളവരുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു. പണ്ടൊരു ഇത് കണ്ടതാണ് മൊബൈലിൽ. അവിടെ ജോലി തേടിപ്പോയ 21 ചെറുപ്പക്കാരെ കടലോരത്ത് നിർത്തിയിട്ട് അവരെ കഴുത്തറക്കുന്നു. പകുതി കുറച്ചേ കണ്ടുള്ളൂ, മുഴുവൻ കണ്ടില്ല. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ അവരെ അങ്ങനെ ചെയ്യണം, അവരിങ്ങനെ പോരാ, അങ്ങനെ ചെയ്താൽ പോരാ, അവന്മാർ ഇങ്ങനെ ചെയ്യണം, അതും പോരാ. 2-3 ദിവസം കുർബാനയ്ക്കും കൂടുക. ഒരിക്കൽ പരിശുദ്ധാത്മാവ് പ്രേരണ ഓർമ്മിപ്പിത്തന്നു, മോനെ ഞാൻ എന്താ പറഞ്ഞത്, നീ ബലി അർപ്പിക്കാൻ ദേവാലയത്തിൽ വരുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ട് തോന്നുന്ന പക്ഷം ബലിവസ്തുവോടെ പോയി രമ്യപ്പെടുക. അപ്പോൾ വെറുപ്പ്, വിദ്വേഷം എന്ന് പറയുന്നത് അതിന് ഇന്ന ആളോടാകാം, ഇന്ന ആളോട് പാടില്ല, അങ്ങനെയില്ല. എന്നിട്ട് പരിശുദ്ധാത്മാവ് പറയാം, മോനെ നീ ഇന്ന് വായിക്കുന്ന ബൈബിളിലെ 14 ലേഖനങ്ങൾ ആരെഴുതിയതാ? പൗലോസിൽ എഴുതിയത്. ഈ പൗലോസ് ആരായിരുന്നു? പൗലോസ് ഇവരെക്കാരും വലിയ ഭീകരനായിരുന്നു. സ്ത്രീ പുരുഷന്മാരെ വലിച്ചഴച്ച് തല്ലിച്ചതച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു ക്രിസ്ത്യാനികളെ. ദമാസ്കസിലെ സ്തേഫാനോസിനെ വധിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ആള്. എന്നിട്ട് എങ്ങനെയാ ആരുടെ പ്രസംഗം കേട്ട് ഈ പൗലോസ് സാവൂൾ പൗലോസായി മാറിയത്? ഒരു വ്യക്തി യേശുവിൻ്റെ ഒരു വചനം അനുസരിച്ചത്. ഏത് വചനം? നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വാക്യത്തിൽ
യഹൂദ മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഒക്കെ ചുവട് ഒന്നാണ്. അത് ഒരു ക്രിസ്തുവിനെ പ്രവാചകന്മാരുടെ ആ വചനം പൂർത്തിയാകുന്നത് കണ്ടപ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച ക്രിസ്ത്യാനികളായി. മുഹമ്മദ് നബിയുടെ പ്രബോധനത്തിൽ ആകൃഷ്ടരായവർ അത് ഇസ്ലാം മതമായി. ക്രിസ്തു ഇനി വരാനിരിക്കുന്ന കാത്തിരിക്കുന്ന ഒരു യഹൂദര് ചുവടൊക്കെ ഒന്നാ. തൻ്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളോട് സ്തെഫാനോസ് പ്രസംഗിച്ചു, നിങ്ങൾ സിനഗോഗിൽ വായിക്കുന്ന, ധ്യാനിക്കുന്ന, പഠിക്കുന്ന നിങ്ങളുടെ ഗ്രന്ഥത്തിൽ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്ന എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. അതെവിടെ സംഭവിക്കുന്നതാണ്? ബെത്ലഹേമിൽ. ആ യൂദയായിലെ ബെത്ലഹേമിൽ കന്യക ഗർഭം ധരിച്ച് പ്രസവിച്ച പുത്രനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ആ പുത്രൻ എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈജിപ്തിലേക്ക് പോകും, ഞാൻ ഈജിപ്തിൽ എൻ്റെ മകനെ വിളിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടില്ല. ഇതൊക്കെ നൂറ്റാണ്ടുകൾ മുൻപ് പ്രവചിക്കപ്പെട്ടതാ. എന്തെങ്കിലും ഒന്ന് നിഷേധിക്കാൻ പറ്റുമോ? POCയുടെ ബൈബിളിൽ ആ പ്രസംഗത്തിൽ സ്തെഫാനോസ് ഉപയോഗിച്ച പഴയ നിയമത്തിൻ്റെ അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അത്ഭുതപ്പെട്ടു പോകും. അത്ര ജ്ഞാനമായിരുന്നു തിരുവചനത്തെക്കുറിച്ച്. ഒന്നും ഗണ്ണിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പറയില്ല, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുകയാണ്. അതാ അവർ ചെയ്തത്. 58-ാമത്തെ വാക്യത്തിൽ അവർ കോപാക്രാന്തരായി പല്ലുകടിച്ച് സ്തെഫാനോസിന്റെ നേരെ ചീറിയെടുത്തു. അപ്പം ആദ്യത്തെ കല്ല് തലയിൽ വന്ന് തറച്ചപ്പോൾ സ്തെഫാനോസിന് മനസ്സിലായി, എൻ്റെ അന്ത്യമാണ്. കർത്താവ് പറഞ്ഞ കൽപ്പന. മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കി ഒരു ദർശനം കണ്ടു. സ്വർഗം തുറന്നിരിക്കുന്നു. ഈശോയെ അവിടെ കാണാൻ പറ്റി. സ്തെഫാനോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങേ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അവസാനത്തെ ആഗ്രഹം, ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുത്. ഹല്ലേലൂയ.